രാഷ്ട്രീയ ഭൂപടത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഏക തുരുത്തായി കേരളം അവശേഷിക്കുമ്പോൾ ആ തുരുത്തിന്റെ നായകനായ പിണറായി വിജയൻ ബംഗാൾ എന്ന പഴയ കോട്ടയുടെ തകർച്ചയിൽ പുലർത്തുന്ന ഈ മൗനം ചരിത്രപരമായ വഞ്ചനയായി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഒരു കാലത്ത് ചുവപ്പൻ സാമ്രാജ്യത്തിന്റെ ഹൃദയമിടിപ്പായിരുന്ന ബംഗാളിൽ പാർട്ടി ശ്വാസം മുട്ടുമ്പോൾ രക്ഷകനായി എത്തേണ്ട ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി കേരളത്തിന്റെ സുരക്ഷിതത്തിൽ ഒതുങ്ങിക്കൂടുന്നത് പോരാട്ട വീരത്തിന്റെ അഭാവം തന്നെയാണ്. സ്വന്തം പ്രസ്ഥാനം നിലനിൽപ്പിനായി തെരുവുകളിൽ ചോര ചിന്തുമ്പോൾ ഡൽഹിയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളും കേരളത്തിലെ അധികാര കസേരയും നോക്കി ബംഗാളിനെ കൈവിടുന്ന പിണറായിയുടെ ഈ നിലപാട് ഒരു തികഞ്ഞ രാഷ്ട്രീയ അപജയമാണ്. എവിടെയാണ് ചങ്കുറപ്പും ഇരട്ട ചങ്കനുമൊക്കെ? ബംഗാളിൽ മമതാ ബാനർജി BJP ഭരണകൂടത്തോട് കാണിക്കുന്ന ചെറുത്തുനിൽപ്പ് പോലും കാണിക്കാതെ കേരളം എന്ന കംഫർട്ട് സോണിൽ ഇരിക്കുകയാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞാലും യാതൊരു തെറ്റുമില്ല. ഒരിക്കൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലമായിരുന്ന പശ്ചിമ ബംഗാളിൽ ഒരു തിരിച്ചുവരവിന് ശ്രമിക്കുന്ന പാർട്ടിക്ക് ഒരു പിന്തുണയും നൽകാതിരിക്കുന്നത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? നിങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ എഴുതണേ. ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നിർണായക ഘട്ടത്തിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പുലർത്തുന്ന വിട്ടുനിൽക്കൽ രാഷ്ട്രീയപരമായ ശരിയായ നിലപാടല്ല എന്ന് പറയാതെ വയ്യ. ഇന്ത്യൻ ഇടതുപക്ഷത്തിന്റെ ഹൃദയഭൂമിയായിരുന്ന ബംഗാളിൽ പാർട്ടി അതിന്റെ അസ്തിത്വത്തിനായി പൊരുതുമ്പോൾ രാജ്യത്തെ ഏക ഇടതു മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ അവിടെ പ്രചരണത്തിനെത്താഞ്ഞത് പ്രവർത്തകർക്കിടയിൽ വലിയ നിരാശയ്ക്ക് കാരണമാകുന്നുണ്ട്. ബംഗാൾ ഘടകം സെക്രട്ടറി മുഹമ്മദ് സലീം നേരിട്ട് താല്പര്യം പ്രകടിപ്പിച്ചിട്ടും മുഖ്യമന്ത്രി വിട്ടുനിൽക്കുന്നത് കേരളത്തിന് പുറത്തുള്ള പാർട്ടി ശക്തിപ്പെടുത്തുന്നതിൽ അദ്ദേഹത്തിനുള്ള താല്പര്യക്കുറവായിട്ടാണോ കാണേണ്ടത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയും വിദ്യാർത്ഥി യുവജന നേതാക്കളും അവിടെ സജീവമാണ് എങ്കിലും പിണറായി വിജയനെ പോലൊരു ജനകീയ നേതാവിന്റെ സാന്നിധ്യം നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ദേശീയ രാഷ്ട്രീയത്തിൽ BJPക്കെതിരായ പോരാട്ടത്തിൽ ഇടതുപക്ഷത്തിന്റെ മുഖമായി ഉയർത്തി കാണിക്കപ്പെടുന്ന നേതാവ് സ്വന്തം പാർട്ടിയുടെ അതിജീവന പോരാട്ടത്തിൽ മുഖം തിരിച്ചു നിൽക്കുന്നത് രാഷ്ട്രീയപരമായ വീഴ്ച തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട കനത്ത പരാജയത്തിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുന്ന ബംഗാൾ ഘടകത്തിന് ആവേശമാകേണ്ടത് കേരളത്തിലെ ഭരണ നേട്ടങ്ങളും അവിടുത്തെ കരുത്തുറ്റ നേതൃത്വവുമാണ്. എന്നാൽ ആ മാതൃക ബംഗാളിലെ വോട്ടർമാർക്കിടയിൽ എത്തിക്കാൻ കേരള മുഖ്യമന്ത്രി തയ്യാറാകാത്തത് മമതാ ബാനർജിയുമായോ കേന്ദ്രവുമായോ ഉള്ള രാഷ്ട്രീയ സമവാക്യങ്ങളെ ഭയന്നാണോ എന്ന സംശയം രാഷ്ട്രീയ എതിരാളികൾ ഇവിടെ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. CMP ജനറൽ സെക്രട്ടറി CP ജോണിനെ പോലുള്ള നേതാക്കൾ അവിടെ സജീവമായിരിക്കുമ്പോഴാണ് ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന പിണറായി വിജയന്റെ അസാന്നിധ്യം കൂടുതൽ ചർച്ചയാകുന്നത്. സ്വന്തം പ്രസ്ഥാനം വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിനെ കൈപിടിച്ചുയർത്താൻ മുന്നിൽ നിൽക്കേണ്ട നേതാവ് നിശബ്ദത പാലിക്കുന്നത് ചരിത്രപരമായ തെറ്റായി വരും കാലങ്ങളിൽ വിലയിരുത്തപ്പെട്ടേക്കാം. 3 പതിറ്റാണ്ടിലേറെ കാലം ബംഗാൾ ഭരിച്ച ഇടതുപക്ഷത്തിന് ഇന്ന് അവിടെ അസ്തിത്വം തെളിയിക്കാൻ പോലും ഇതര സംസ്ഥാന നേതാക്കളുടെ സഹായം തേടേണ്ടി വരുമോ എന്നത് ഒരു രാഷ്ട്രീയപരമായ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് പിണറായി വിജയൻ ഇവിടെ ചർച്ചയാകുന്നത്. എന്നാൽ ഈ നിർണായക ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏക മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഇവിടെ എത്താഞ്ഞത് വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. കഴിഞ്ഞ തവണ ഒരു സീറ്റിൽ പോലും ജയിക്കാൻ കഴിയാത്ത ബംഗാളിൽ ഇത്തവണ യുവ നേതാക്കളെ മുൻനിർത്തി പാർട്ടി പൊരുതുമ്പോൾ ആ പോരാട്ടത്തിന് കരുത്തു പകരേണ്ട കേരള മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യം വലിയ പിഴവായിട്ട് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. മുഹമ്മദ് സലീമിനെ പോലുള്ള മുതിർന്ന നേതാക്കൾ പരസ്യമായി മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം ആവശ്യപ്പെട്ടുവെങ്കിലും അദ്ദേഹം വിട്ടുനിൽക്കുന്നത് ബംഗാൾ ഘടകത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ്. കേരളത്തിലെ ഭരണ നേട്ടങ്ങളും വികസന മാതൃകകളും ഉയർത്തിക്കാണിച്ച് വോട്ട് ചോദിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ആയുധമായിരുന്നു പിണറായി വിജയൻ. എന്നാൽ സ്വന്തം സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് തിരക്കുകളോ ആരോഗ്യപരമായ കാരണങ്ങളോ പറഞ്ഞ് ദേശീയ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് കമ്മ്യൂണിസ്റ്റ് ശൈലിക്ക് ചേർന്നതാണോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയർന്നു വരുന്നത്. ഒരു കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റിന്റെ കോട്ടയായിരുന്ന ബംഗാളിൽ ഇന്ന് പാർട്ടി അക്ഷരാർത്ഥത്തിൽ നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ യുവാക്കളായ മീനാക്ഷി മുഖർജി, ശ്രീജിത്ത് ബിശ്വാസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ബംഗാളിൽ ഇടതുപക്ഷം തിരിച്ചുവരവിനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട്. താഴെത്തട്ടിൽ ചെറുതെങ്കിലും ഒരു മാറ്റത്തിന്റെ കാറ്റ് വീശുന്നുണ്ട് എന്ന് മുഹമ്മദ് സലീം അവകാശപ്പെടുന്നു. പക്ഷേ വോട്ടർമാർക്കിടയിൽ വിശ്വാസം ജനിപ്പിക്കാൻ ദേശീയ തലത്തിലുള്ള നേതാക്കളുടെയും വിശിഷ്യ പിണറായി വിജയനെ പോലുള്ള ഭരണാധികാരികളുടെയും നേരിട്ടുള്ള ഇടപെടൽ ബംഗാളിന് ആവശ്യവുമായിരുന്നു. പക്ഷെ അത് കിട്ടിയില്ലെന്ന് മാത്രമല്ല, അവർ വലിയ നിരാശയിലുമാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ BJP വിരുദ്ധ മുന്നണിയുടെ മുൻനിരയിൽ നിൽക്കുന്ന പിണറായി വിജയൻ സ്വന്തം പ്രസ്ഥാനം കനത്ത വെല്ലുവിളി നേരിടുന്ന ബംഗാളിൽ നിന്ന് മുഖം തിരിക്കുന്നത് ചരിത്രപരമായ വീഴ്ചയായിട്ടാണ് ഇനി മാറുന്നത്. കേരളത്തിന് പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വേരുകൾ ഉണങ്ങിക്കരിയുമ്പോൾ അവ നനയ്ക്കാൻ കേരളത്തിലെ കരുത്തുറ്റ നേതൃത്വം തയ്യാറായിട്ടില്ല എങ്കിൽ
ബംഗാളിൽ ഇടതുപക്ഷത്തിന്റെ തിരിച്ചുവരവ് എന്നത് ഒരു പാഴ്കിനാവായി മാത്രം അവശേഷിക്കും. ബംഗാളിലെ സാധാരണ പാർട്ടി പ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഇന്ത്യയിലെ ഒരേ ഒരു ഇടതു മുഖ്യമന്ത്രിക്ക് ഞങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം മാറ്റിവെക്കാൻ കഴിയില്ലേ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പ്രതിഫലിക്കുമെന്ന കാര്യവും ഉറപ്പാണ്. പിണറായി ഈ ചെയ്യുന്നത് തെറ്റാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ എഴുതുക.